Rapid Revision. പത്താം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മാത്തമാറ്റിക്സ്. ക്ലാസ് നയിക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്തമാറ്റിക്സ് അധ്യാപകനായ ജോബിൻ എം തോമസ്. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. എൻ്റെ പേര് ജോബിൻ എം തോമസ്. കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്. SSLC പരീക്ഷാ ചൂടിലേക്ക് കടക്കുന്ന ഈ സമയത്ത് മാത്തമാറ്റിക്സിലെ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽ ജ്യോതിയിലൂടെ ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. Rapid Revision. പ്രിയ കൂട്ടുകാരെ, ഗണിതശാസ്ത്രം എന്നാൽ കണക്കുകൂട്ടലുകൾ മാത്രമല്ല, അത് വരകളുടെയും കൂടെ കൃത്യതയാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ വളരെ എളുപ്പത്തിൽ മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗമാണ് കൺസ്ട്രക്ഷൻ ഭാഗത്തെ ചോദ്യങ്ങൾ സർക്കം സർക്കിൾ, പരിവൃത്തം, ഇൻസർക്കിൾ, അന്തർവൃത്തം, ടാൻജന്റ്, തൊടുവരകൾ, ഒരേ പരപ്പളവുള്ള സമചതുരം, ചതുരം എന്നിവയുടെ നിർമ്മാണം തുടങ്ങിയ ചോദ്യങ്ങൾ ഡയറക്റ്റായി തന്നെ ചോദിക്കുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 10 മാർക്കിൻ്റെയെങ്കിലും ചോദ്യങ്ങൾ ഈ കൺസ്ട്രക്ഷൻ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ആദ്യമായി പരിവൃത്തം എങ്ങനെ വരയ്ക്കാം എന്ന് നമുക്ക് നോക്കാം. 8ാം ക്ലാസ്സിൽ പരിവൃത്തം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരച്ച് ഏതെങ്കിലും 2 വശങ്ങളുടെ ലംബസമഭാജികൾ വരച്ച് ലംബസമഭാജികൾ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ നിന്നും ത്രികോണത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്കുള്ള അകലത്തിൽ വൃത്തം വരച്ചാൽ മതിയല്ലോ. ഇവിടെ ത്രികോണം വരച്ചിട്ട് നമ്മൾ വൃത്തം വരയ്ക്കുന്നു. എന്നാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ വൃത്തത്തിന്റെ ആരവും ത്രികോണത്തിന്റെ കോണുകളും തന്നാൽ എങ്ങനെ പരിവൃത്തം വരയ്ക്കാം എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യം വൃത്തവും പിന്നീട് ത്രികോണവുമാണ് വരയ്ക്കുന്നത്. ഒരു വൃത്തചാപം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ അത് വൃത്തത്തിന്റെ ബാക്കി ഭാഗത്തുണ്ടാക്കുന്ന കോണിന്റെ ഇരട്ടിയായിരിക്കും എന്ന തത്വം ഉപയോഗിച്ചാണ് നമ്മൾ പരിവൃത്തം വരയ്ക്കുന്നത്. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. വൃത്തത്തിന്റെ ആരം 3 സെന്റിമീറ്ററും കോണുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയുമായ ത്രികോണത്തിന്റെ പരിവൃത്തം എങ്ങനെ വരയ്ക്കും? ഇതിനായി തന്നിരിക്കുന്ന അളവിൽ ആരം 3 സെന്റിമീറ്ററായി വൃത്തം വരച്ച് ഏതെങ്കിലും ഒരു ആരം അടയാളപ്പെടുത്തുക. ത്രികോണത്തിലെ കോണുകളുടെ ഇരട്ടിയായിരിക്കണം കേന്ദ്ര കോണുകൾ എന്നതിനാൽ തന്നിരിക്കുന്ന കോണുകളുടെ ഇരട്ടി കണ്ടുപിടിക്കുക. ഇവിടെ 50 ഡിഗ്രിയുടെ ഇരട്ടി 100 ഡിഗ്രി എന്നും 60 ഡിഗ്രിയുടെ ഇരട്ടി 120 ഡിഗ്രി എന്നും ലഭിക്കും. നേരത്തെ വരച്ച ആരത്തിൽ നിന്ന് 100 ഡിഗ്രി 120 ഡിഗ്രി കേന്ദ്രകോണുകൾ വരച്ച് ഇവ വൃത്തവുമായി കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ചാൽ നമുക്ക് വേണ്ട പരിവൃത്തം ലഭിക്കും. ഇനി അന്തർവൃത്തം ഇൻസർക്കിൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. ത്രികോണത്തിന്റെ 3 വശങ്ങളെയും സ്പർശിച്ചുകൊണ്ട് കടന്നുപോകുന്ന വൃത്തമാണ് അന്തർവൃത്തം. 2 രീതിയിൽ അന്തർവൃത്തം വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 ത്രികോണം വരച്ചിട്ട് അന്തർവൃത്തം വരയ്ക്കാൻ, 2 വൃത്തം വരച്ചിട്ട് അന്തർവൃത്തം വരയ്ക്കാൻ. ആദ്യം തന്നെ ത്രികോണം വരച്ചിട്ട് എങ്ങനെ അന്തർവൃത്തം വരയ്ക്കാം എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നിരിക്കുന്ന അളവിൽ ത്രികോണം വരച്ച് ഏതെങ്കിലും 2 കോണുകളുടെ സമഭാജി വരയ്ക്കുക. കോണുകളുടെ സമഭാജി കൂട്ടിമുട്ടുന്ന ബിന്ദു വൃത്തകേന്ദ്രമായും വൃത്തകേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള ലംബദൂരം ആരമായും വൃത്തം വരച്ചാൽ മതിയല്ലോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരിവൃത്തം വരയ്ക്കാൻ വശങ്ങളുടെ ലംബ സമഭാജിയും അന്തർവൃത്തം വരയ്ക്കാൻ കോണുകളുടെ സമഭാജിയുമാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി രണ്ടാമതായി വൃത്തത്തിന്റെ ആരവും ത്രികോണത്തിന്റെ കോണുകളും തന്നാൽ എങ്ങനെ അന്തർവൃത്തം വരയ്ക്കാം എന്ന് നോക്കാം. ഒരു വൃത്തത്തിന്റെ ആരവും ആ ആരത്തിന്റെ അറ്റത്തുകൂടി വരയ്ക്കുന്ന തൊടുവരകളും തമ്മിലുള്ള കോൺ 90 ഡിഗ്രി ആയിരിക്കും എന്ന ആശയവും ത്രികോണത്തിലെ കോണും കേന്ദ്രത്തിലെ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ലഭിക്കണമെന്ന ആശയവും ഉൾപ്പെടുത്തിയാണ് നമ്മൾ അന്തർവൃത്തം വരയ്ക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് കോണുകൾ 50 ഡിഗ്രി 70 ഡിഗ്രിയുമായ അന്തർവൃത്തം വരയ്ക്കുക. ഇവിടെ അന്തർവൃത്തം വരയ്ക്കാനായി തന്നിരിക്കുന്ന അളവിൽ 3 സെന്റിമീറ്റർ ആരത്തിൽ വൃത്തം വരച്ച് ഒരു ആരം അടയാളപ്പെടുത്തുക. കേന്ദ്രകോൺ വരയ്ക്കാനായി തന്നിരിക്കുന്ന അളവുകൾ 180 ഡിഗ്രിയിൽ നിന്നും കുറയ്ക്കുക. 180 ഡിഗ്രിയിൽ നിന്ന് 50 ഡിഗ്രി കുറയ്ക്കുമ്പോൾ 130 ഡിഗ്രി എന്നും 180 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി കുറയ്ക്കുമ്പോൾ 110 ഡിഗ്രി എന്നും ലഭിക്കും. നേരത്തെ വരച്ച ആരത്തിൽ നിന്ന് 130 ഡിഗ്രി 110 ഡിഗ്രി കേന്ദ്രകോണിൽ ആരങ്ങൾ വരച്ച് ഈ ആരങ്ങളിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നേരത്തെ വരച്ച ആരത്തിൽ നിന്ന് 130 ഡിഗ്രി 110 ഡിഗ്രി കേന്ദ്രകോണിൽ ആരങ്ങൾ വരച്ച് ഈ ആരങ്ങളിൽ 90 ഡിഗ്രി മാർക്ക് ചെയ്ത് തൊടുവരകൾ വരയ്ക്കുക. തൊടുവരകൾ കൂട്ടിമുട്ടി കഴിയുമ്പോൾ നമുക്ക് വേണ്ട ചിത്രം പൂർത്തിയാകും. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗമാണ് വൃത്തത്തിന് തൊടുവരകൾ ടാൻജന്റ് വരയ്ക്കുക എന്നത്. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്നും 7.5 സെന്റിമീറ്റർ അകലെയുള്ള പി എന്ന ബിന്ദുവിൽ നിന്ന് തൊടുവരകൾ വരയ്ക്കുക. ഈ രീതിയിലുള്ള ഒരു ചോദ്യം ഉറപ്പായും പരീക്ഷയ്ക്ക് ഉണ്ടാകും. എല്ലാ കുട്ടികളും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഭാഗമാണിത്. ഒരു വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നും 2 തൊടുവരകൾ വരയ്ക്കാമെന്നും ഇങ്ങനെ വരയ്ക്കുന്ന തൊടുവരകളുടെ നീളം തുല്യമാണെന്നും ഓർത്തിരിക്കുക. ഇതേപോലെ തന്നെ ചതുരം വരച്ചിട്ട് തുല്യ പരപ്പളവുള്ള ചതുരം വരയ്ക്കാനും സമചതുരം വരയ്ക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവ രണ്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുന്ന പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഭാഗം പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിച്ചിട്ടേ പോകാവൂ. ചതുരത്തിന്റെ 2 മൂലകൾ തന്നിട്ട് ബാക്കി 2 മൂലകൾ കണ്ടുപിടിക്കുക എന്ന പ്രവർത്തനവും സാമാന്തരികത്തിന്റെ 3 മൂലകൾ തന്നിട്ട് ഒരു മൂല കണ്ടുപിടിക്കുക എന്നതും വളരെ എളുപ്പമുള്ള പ്രവർത്തനങ്ങളാണ്. ഇവയിൽ ഒരെണ്ണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. അതേപോലെ തന്നെ XY അക്ഷങ്ങൾ വരച്ച് സൂചക സംഖ്യകൾ അടയാളപ്പെടുത്താൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
എക്സ് അക്ഷത്തിന്റെ വലതുവശത്ത് പോസിറ്റീവ് സംഖ്യകളും ഇടതുവശത്ത് നെഗറ്റീവ് സംഖ്യകളും വൈ അക്ഷത്തിന്റെ മുകൾ ഭാഗത്ത് പോസിറ്റീവ് സംഖ്യകളും താഴെ നെഗറ്റീവ് സംഖ്യകളുമാണ് അടയാളപ്പെടുത്തുന്നത് എന്നത് ഓർത്തിരിക്കുക. കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അധ്യാപകരോട് ചോദിക്കാൻ മടിക്കരുത്. പരീക്ഷയ്ക്ക് മികച്ച സ്കോർ നേടാൻ നമ്മെ സഹായിക്കുന്ന ഭാഗങ്ങളാണിവ. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും നന്നായി തന്നെ ഈ ഒരു ഭാഗങ്ങൾ പഠിച്ചിരിക്കണം. റാപ്പിഡ് റിവിഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗണിതശാസ്ത്രത്തിലെ അവസാന അധ്യായമായ സ്ഥിതിവിവരക്കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്. ഗണിത പരീക്ഷയിൽ പ്രയാസം നേരിടുന്നവർക്ക് പോലും മുഴുവൻ മാർക്ക് നേടാൻ പറ്റുന്ന പാഠഭാഗമായതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഈ ഭാഗം നിർബന്ധമായും പഠിച്ചിരിക്കണം. ഈ പാഠഭാഗത്തിൽ മധ്യമം മീഡിയൻ കണ്ടുപിടിക്കുന്ന പ്രവർത്തനമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 രീതിയിൽ മധ്യമം അല്ലെങ്കിൽ മീഡിയൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. ഒരു കുട്ടിക്ക് 5 വിഷയങ്ങൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് 10, 30, 40, 20, 50 ആയാൽ മധ്യമ മാർക്ക് മീഡിയൻ മാർക്ക് എങ്ങനെ കണക്കാക്കാം? ആദ്യം തന്നെ തന്നിരിക്കുന്ന സംഖ്യകളെ വലിപ്പക്രമം അനുസരിച്ച് ഓർഡറിൽ എഴുതുക. നമുക്ക് സംഖ്യകളെ അസെൻഡിങ് ഓർഡർ ചെറുത് മുതൽ വലുത് വരെ എഴുതാം. 10, 20, 30, 40, 50 എന്നിങ്ങനെ നമുക്ക് ലഭിക്കും. ഇവിടെ 5 സംഖ്യകൾ. സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണ്. മധ്യമം കണക്കാക്കുന്നതിനായി നടുക്ക് കിടക്കുന്ന സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതിയാവും. ഇവിടെ 10, 20, 30, 40, 50 5 സംഖ്യകളിൽ നടുക്ക് കിടക്കുന്ന സംഖ്യ എന്നത് മൂന്നാമത്തെ സംഖ്യയായ 30 ആണ്. അപ്പോൾ മധ്യമം മീഡിയൻ എന്നത് 30. ഇനി സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആയാലോ? ഇവിടെ നടുവിൽ നമുക്ക് 2 സംഖ്യകൾ വരും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മധ്യമം കണ്ടുപിടിക്കാനായി നടുവിലുള്ള 2 സംഖ്യകളും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. മധ്യമം കണ്ടുപിടിക്കുന്നത് സമവാക്യ രൂപത്തിൽ നമുക്ക് നോക്കിയാലോ? തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണം n എന്നത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ മധ്യമം കണക്കാക്കുന്നതിനായി n + 1 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന പദം എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. അതേപോലെ തന്നെ സംഖ്യകളുടെ എണ്ണം n എന്നത് ഇരട്ട സംഖ്യ ഈവൻ നമ്പർ ആണെങ്കിൽ മധ്യമം എന്നത് സംഖ്യകളുടെ എണ്ണമായ n എന്ന സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയുടെ പദവും തൊട്ടടുത്ത പദവും കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതിയാവും. മധ്യമം കണ്ടുപിടിക്കുന്ന രണ്ടാമത്തെ രീതി എന്നത് വിവരങ്ങൾ പട്ടികയായി നൽകുന്ന രീതിയാണ്. ഉദാഹരണത്തിന് 10 മാർക്ക് കിട്ടിയ 5 കുട്ടികൾ, 20 മാർക്ക് കിട്ടിയ 3 കുട്ടികൾ, 30 മാർക്ക് കിട്ടിയ 4 കുട്ടികൾ, 40 മാർക്ക് കിട്ടിയ 7 കുട്ടികൾ എന്നിങ്ങനെയായിരിക്കും വിവരണം തരിക. മൂന്നാമത്തെ രീതി എന്നത് വിവരങ്ങൾ ക്ലാസ് ഇടവേളകൾ ക്ലാസ് ഇന്റർവെല്ലായി നൽകുന്ന രീതിയാണ്. 10 മുതൽ 20 മാർക്ക് വരെ കിട്ടിയ 4 കുട്ടികൾ, 20 മുതൽ 30 മാർക്ക് വരെ കിട്ടിയ 3 കുട്ടികൾ, 30 മുതൽ 40 മാർക്ക് വരെ കിട്ടിയ 5 കുട്ടികൾ. ഈ രീതിയിലാവും ചോദ്യം നൽകുക. ഈ 2 രീതിയിലും മധ്യമം മീഡിയൻ കണ്ടുപിടിക്കാനായി തന്നിരിക്കുന്ന പട്ടികയോടൊപ്പം മറ്റൊരു വസ്തുത കൂടി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓരോ വരിയിലെയും എണ്ണം അതിനു മുൻപിലത്തെ എണ്ണങ്ങളുമായി കൂട്ടി എഴുതുന്ന രീതി. അങ്ങനെ ആകെ എണ്ണം കണ്ടുപിടിക്കുകയും മധ്യമം കണക്കാക്കുകയും ചെയ്യുന്നു. ഈ 2 രീതിയിലും മധ്യമം കണക്കാക്കുമ്പോൾ ആദ്യം പറഞ്ഞ രീതിയിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണിത്. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. എല്ലാവർക്കും മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഭാഗമാണിത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. റാപ്പിഡ് റിവിഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ അധ്യായമായ ഖനരൂപങ്ങൾ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. ഈജിപ്തിലെ പിരമിഡും നമ്മൾ കഴിക്കുന്ന ഐസ്ക്രീമും കളിക്കളത്തിലെ ഫുട്ബോളുമൊക്കെ നമ്മുടെ പാഠഭാഗവുമായി ബന്ധിപ്പിച്ച ഖനരൂപങ്ങൾ പൂർത്തിയായി. ആദ്യം നമുക്ക് ഈജിപ്തിലെ പിരമിഡുകളെ ഓർക്കാം. ഗണിതത്തിൽ നാം ഇതിനെ സമചതുര സ്തൂപിക എന്ന് പറയും. ഇതിന്റെ അടിവശം സമചതുരമായിരിക്കും. താഴെ സമചതുരം അതിന്റെ 4 വശങ്ങളിൽ നിന്നും 4 ത്രികോണങ്ങൾ മുകളിലേക്ക് പൊങ്ങി വന്ന് ഒരൊറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇതാണ് സമചതുര സ്തൂപിക. സമചതുര സ്തൂപിക പാദവക്കിനെ എ എന്ന അക്ഷരം കൊണ്ടും പാർശ്വവക്കിനെ ഇ എന്ന അക്ഷരം കൊണ്ടും ഉയരത്തെ എച്ച് എന്ന അക്ഷരം കൊണ്ടും ചരിവ് ഉയരത്തെ എൽ എന്ന അക്ഷരം കൊണ്ടുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ വശങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണിവ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടുപിടിക്കുക എന്നത്. ഈ ചോദ്യങ്ങൾ ഒരിക്കലും ഡയറക്റ്റായി ചോദിക്കണമെന്നില്ല. മറിച്ച് നിങ്ങളുടെ കയ്യിൽ സമചതുരാകൃതിയിലുള്ള ഒരു കളിപ്പാട്ടമുണ്ട്. അത് കളർ ചെയ്യാൻ ചതുരശ്ര മീറ്ററിന് 7 രൂപ നിരക്കിൽ എന്ത് ചെലവ് വരും? അല്ലെങ്കിൽ സമചതുരാകൃതിയുള്ള ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അതുമല്ലെങ്കിൽ സമചതുര സ്തൂപികയുടെ വ്യാപ്തവും മറ്റളവും തന്നിട്ട് ഉയരം കണക്കാക്കുക എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സൂത്രവാക്യങ്ങളും കുട്ടികൾ പഠിച്ചിരിക്കണം. സമചതുര സ്തൂപികയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം എത്തുന്നത് എന്താണ്? കോൺ ഐസ്ക്രീം അല്ലേ? ഗണിതശാസ്ത്രത്തിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോൺ. ഒരു വട്ടം പാദമായി വരികയും അത് പതുക്കെ പതുക്കെ മുകളിലേക്ക് കൂർത്തു വരികയും ചെയ്താൽ വൃത്തസ്തൂപികയായി. നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ തൊപ്പി, റോഡിലെ ട്രാഫിക് കോൺ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. വട്ടത്തിലുള്ള ഒരു കടലാസിൽ നിന്ന് ഒരു കേക്ക് കഷ്ണം മുറിച്ചെടുക്കുന്നത് പോലെ
ഒരു ഭാഗം മുറിച്ചെടുത്ത് അതിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിച്ചാൽ നമുക്ക് വൃത്തസ്തൂപിക ലഭിക്കും. വൃത്തസ്തൂപികയ്ക്ക് പ്രധാനമായും 3 അളവുകളാണ് ഉള്ളത്: ആരം, ഉയരം, ചെരിവുയരം. ഇവ തമ്മിലുള്ള ബന്ധം ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുമായി ബന്ധപ്പെടുത്തി നാം പഠിച്ചിട്ടുണ്ട്. വൃത്തഭാഗത്തിന്റെ ആരം എന്നത് വൃത്തസ്തൂപികയുടെ ചെരിവുയരമാണ് എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാണ്. വൃത്തസ്തൂപികയുടെ വക്രതല പരപ്പളവ്, ഉപരിതല പരപ്പളവ്, വ്യാപ്തം എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ചോദിക്കാറുള്ളത്. ഉദാഹരണത്തിന്, വൃത്തസ്തൂപികാകൃതിയിലുള്ള കളിപ്പാട്ടത്തിന് ചതുരശ്ര മീറ്ററിന് 5 രൂപ നിരക്കിൽ കളർ ചെയ്യാൻ എത്ര ചിലവാകും എന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തു നിന്നും ഉണ്ടാകുക. 2 വൃത്തസ്തൂപികളുടെ ആരങ്ങൾ തമ്മിലുള്ള ബന്ധവും ഉയരങ്ങൾ തമ്മിലുള്ള ബന്ധവും തന്നിട്ട് വ്യാപ്തങ്ങൾ തമ്മിലുള്ള ബന്ധവും, നേരെ തിരിച്ച് വ്യാപ്തം തമ്മിലുള്ള ബന്ധം തന്നിട്ട് മറ്റളവുകൾ കണ്ടുപിടിക്കുന്ന പ്രവർത്തനവുമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ അധ്യായത്തിലെ ഏറ്റവും രസകരമായ ഭാഗമാണ് ഗോളങ്ങളും അർദ്ധഗോളങ്ങളും എന്നത്. ഒരു ഫുട്ബോൾ സങ്കല്പിച്ച് നോക്കൂ. ഗണിതശാസ്ത്രത്തിൽ നമ്മളിതിനെ ഗോളം എന്നാണ് വിളിക്കുന്നത്. ഇനി ഫുട്ബോളിനെ നേർ പകുതിയായി മുറിച്ചാലോ? അപ്പോൾ കിട്ടുന്നതാണ് അർദ്ധഗോളം. ഗോളം, അർദ്ധഗോളം ഇവയുമായി ബന്ധപ്പെട്ട് പരപ്പളവ്, വ്യാപ്തം എന്നിവ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്തൂപിക ആയാലും കോണായാലും ഗോളമായാലും ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക: പുറംഭാഗത്ത് ചെയ്യുന്ന പണികൾക്ക് പരപ്പളവും ഉള്ളിൽ നിറയ്ക്കുന്ന കാര്യങ്ങൾക്ക് വ്യാപ്തവുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഭാഗത്തെ ആശയങ്ങൾ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊള്ളുന്നു. Rapid Revision. Final time.